സോറി മോളെ, ഒരല്പം താമസിച്ചു പോയി. കൂട്ടുകാരൊക്കെ പറഞ്ഞു വിട്ടപ്പോൾ ഈ സമയമായി. കൂട്ടുകാരൊക്കെ പോയാ ചേട്ടാ? പോയതല്ല, പറഞ്ഞു വിട്ടതാ. എൻ്റെ ആദ്യരാത്രിയാണെന്നോ എൻ്റെ കല്യാണമായിരുന്നോ അവർക്ക് നോട്ടമില്ല. അവരടിക്കുക വിറ്റൊക്കെ ഇപ്പൊ പറഞ്ഞു വിടുകയായിരുന്നു. ഞാൻ വിചാരിച്ചു കൂട്ടുകാരെ കണ്ടപ്പോ ചേട്ടൻ എന്നെ മറന്നു കാണും. പിന്നെ നിന്നെ അങ്ങനെ അങ്ങ് മറക്കോ? കൊള്ളാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ചേട്ടാ സത്യം പറയുക? ഇന്നുവരെ പറഞ്ഞിട്ടില്ല, എന്നാലും നീ ചോദിക്കില്ല. ആദ്യരാത്രി ആയതുകൊണ്ട് പറയാം, നാളെ ചോദിക്കരുത് പറയുകയല്ല. അതല്ല, ചേട്ടൻ എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടാണോ കല്യാണം കഴിച്ചത്? അല്ല പെണ്ണെ, അത് എൻ്റെ ചോദ്യമോ പെണ്ണെ. നിന്നെ കിട്ടിയത് തന്നെ എൻ്റെ ഭാഗ്യമല്ലേ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ നീ കല്യാണത്തിന് സമ്മതിച്ചത്? പിന്നെ അല്ലാതെ എനിക്ക് ചേട്ടന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ആണല്ലേ? പിന്നെ എന്നെ പെണ്ണ് കാണാൻ എന്തോരം ആളുകളാ വന്നതെന്നറിയാമോ? എനിക്ക് ആരെയും ഇഷ്ടപ്പെട്ടില്ല. ഓ എൻ്റെ ഭാഗ്യം. പിന്നെ ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ഒറ്റ ഓടിച്ചതാ. ഞാനൊരു കാര്യം പറഞ്ഞ ചേട്ടന് ബുദ്ധിമുട്ട് തോന്നരുത്. ഒരു തനി നാട്ടിൻപുറത്തുകാരിയാ ഞാൻ. ചേട്ടന്റെ ഈ പട്ടണത്തിലെ ജീവിതമായിട്ട് പൊരുത്തപ്പെടാൻ ഇത്തിരി താമസിക്കും. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തെറ്റൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ക്ഷമിച്ച് നിന്നോട് ക്ഷമിക്കാൻ വേണ്ടി മാത്രം ഞാൻ നിൽക്കുന്നത്. ഞാൻ അല്ല പിന്നെ അപ്പുറത്തെ ഗോപാലൻ ചേട്ടൻ വന്ന് ക്ഷമിക്കുമോ നിന്നോട്? അതല്ല ചേട്ടാ, എന്റെ അച്ഛന്റെ സ്വഭാവം ചേട്ടൻ അറിയാലോ. എന്റെ അച്ഛനാണ് ഒരു തനി നാട്ടിൻപുറത്തുകാരൻ. എന്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയും, ആ നമുക്ക് ഈ പട്ടണം ഒന്നൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വരാന്ന്. അച്ഛൻ പറഞ്ഞപ്പോ നീ അച്ഛനോടൊന്ന് പട്ടണം കാണണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ നിന്നെ ഇതിനു മുമ്പ് കണ്ട് ഇതിനു മുമ്പ് കല്യാണം കഴിച്ചത്, അറിയാവോ? ഓ അതല്ല ചേട്ടാ, എനിക്ക് ഈ പട്ടണം എന്നൊക്കെ പറഞ്ഞ അലർജിയാ. ഞാനാണെങ്കിൽ വീട്ടിലാണെങ്കിൽ ഉള്ള ജോലിയൊക്കെ ചെയ്ത് ഒരു ഒതുങ്ങി കൂടുന്ന ഒരു പ്രകൃതമാണ് ഞാൻ. ഇത്തിരി സമയം കിട്ടിയാൽ ഞാനാണെങ്കിൽ അമ്പലത്തിൽ പോയി ദേവിക്ക് മാലയൊക്കെ കെട്ടി അങ്ങനെ ഇരിക്കും. എനിക്കാണെങ്കിൽ പുറത്തോട്ടൊന്നും പോകുന്ന ഇഷ്ടമല്ല. അപ്പൊ പൂമാല കെട്ടാണ് നിന്റെ ഹോബി അല്ലേ? അല്ലാതെ എല്ലാ പെമ്പിള്ളാരെ പോലെ എപ്പോഴും ഞാൻ ടി വി ഒന്നും കാണാറില്ല. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ടി വി കണ്ടാലേ ചീത്തായി പോകുന്നു. പിന്നെ ടി വി കണ്ടോളാം നീ അങ്ങ് ചീത്തയായി പോകാൻ പോലെ. ഞാനല്ല ചീത്താവുന്നത്, എപ്പോഴും ഓൺ ചെയ്താലേ ടി വി ചീത്തായി പോകും. ആ സത്യം. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ ടി വി പോലും മേടിച്ചിട്ടില്ല. എന്റെ നാട്ടുമ്പുറത്താരി പാവം ഭാര്യയെ. എടി നിന്റെ വീട്ടിൽ ടി വി മേടിക്കാതിരിക്കാൻ വേണ്ടി നിന്റെ അച്ഛൻ നിന്നത് പറ്റിച്ചല്ലേ? നീ ഇങ്ങനെ ഒരു പാവം പെണ്ണായി പോയല്ലോ. ആരാ ഇതുവരെ പോയില്ല. എന്റെ ഒരു കാര്യം, അവള് ഇവിടെ പോയി. ഇപ്പൊ ആരാ ചേട്ടാ വന്നത്? ഞാൻ പാലെടുക്കാൻ പറഞ്ഞു, അച്ഛൻ പാല് കൊണ്ട് വന്നതാ. ഓ അച്ഛനായിരുന്നു. അതെ. ഇപ്പോഴെന്റെ ശ്വാസം നേരെ വീണത്. അതെന്നാടി നീ അങ്ങനെ പറഞ്ഞു? ഞാൻ വിചാരിച്ചേ വല്ല പോലീസുകാരെ റെയ്ഡ് ചെയ്യാൻ വന്നതായിരിക്കുമെന്ന്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളുണ്ട്, പോലീസുകാരുണ്ട്. പക്ഷെ കളവിനും അക്രമത്തിനും വല്ല കുറവുണ്ടോ? ഈ കണക്കിന് പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ ഗതി? പൊതുവെ പോലീസുകാരെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനാണ് നമ്മുടെ SI ബെഞ്ചമിൻ ബ്രൂണോ സാറ്. പക്ഷേ എന്ത് ചെയ്യാൻ, അടിതെറ്റിയ ആനയും വീഴുമല്ലോ. എന്താടാ നിന്റെ പേര്? പൂവാലനോ? അല്ല ഗോപാലൻ. അത് ശരി, അപ്പൊ നീയാണല്ലേ പൂവാലൻ ഗോപാലൻ? എന്റെ പൊന്നു സാറേ, ഞാൻ പൂവാലനല്ല. പിന്നെ നീ ആദ്യം പറഞ്ഞത് പൂവാലനാണെന്നാണല്ലേ? എടാ നാക്ക് കള്ളം പറയത്തില്ല കേട്ടോടാ. പിന്നെ എന്നിട്ട് നാട്ടുകാരെല്ലാം പറയുന്നുണ്ടല്ലോ ഞാൻ നാക്കെടുത്താ കള്ളേ പറയത്തുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അധിക പ്രസംഗം പറയണ റസ്കോൾ. ആഹാ, നിന്നെ ഇന്ന് ഞാൻ നിന്നെ ഞാൻ തല്ലിയായിരുന്നോ? ഇല്ല. പിന്നെ എന്തിനാണ് നീ കരഞ്ഞത്? പേടിച്ചിട്ടാ? യവനെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് പാടാൻ കിട്ടും. അയ്യോ എന്റെ നാട്ടുകാരോ പോലും, അയ്യോ എന്നെ ഉരുട്ട് കൊല്ലാൻ പോലെ. നിന്റെ നിലവിളി കേട്ട നാട്ടുകാർ വിചാരിക്കും ഞാൻ നിന്നെ ഉരുട്ടിക്കൊല്ലുവന്ന്. അതുകൊണ്ട് മോനെ സ്ഥലം കാലിയാക്കും. ഇനി നിന്നെ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ചെയ്താ നീ ഇവിടെ വന്ന് പറയണം കേട്ടോ. പൊയ്ക്കോ. എടാ ഇന്ന് പുതിയ SI ചാർജ് എടുക്കുന്ന ദിവസമാ. ഒറ്റ ദിവസം കൊണ്ട് ഈ സിറ്റി ക്ലീൻ ചെയ്യുന്ന പുള്ളി പറഞ്ഞിരിക്കുന്നത്. അയാളുടെ കയ്യിലെങ്ങാണ് നിന്നെ കിട്ടിയാലുണ്ടല്ലോ. പിന്നെ കുറെ കാലമായിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാർ വിചാരിച്ചിട്ട് ക്ലീൻ ആകാത്ത സിറ്റിയാ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ പോണത്. അതാണ് ഇവിടുത്തെ പുതിയ SI. എന്താണോ തന്റെ പേര്? PC കുട്ടൻപിള്ള. എന്റെ പേരെന്നറിയാവോ? അറിയില്ല. ബെഞ്ചമിൻ ബ്രൂണോ. അയ്യോ, വെഞ്ചന്തി വീണോ? എപ്പോ?
ബെഞ്ചേന്ന് വീണതല്ല, ബെഞ്ചമിൻ ബ്രൂണോ എന്റെ പേര്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ സാർ? എത്രയും വേഗം കംപ്ലീറ്റ് റെക്കോർഡ്സും എന്റെ മേശപ്പുറത്തെത്തിയിരിക്കണം. അയ്യോ സോറി സാർ, ഞങ്ങൾ ഇതുവരെ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല സാർ. ഏടോ, അതല്ല ഞാൻ പറഞ്ഞത്. സ്റ്റേഷനിലെ കംപ്ലീറ്റ് ഫയലുകളും എന്റെ മേശപ്പുറത്തെത്തിയിരിക്കണം. പറഞ്ഞു മനസ്സിലാണോ? സാർ, കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഇവിടെ വന്നിരിക്കുന്ന കേസ് ഒരു പെൺവാണിഭ കേസും ഒരു വാഹന മോഷണ കേസും മാത്രമാണ് സാർ. അത് ശരി. അപ്പൊ ആരാണ് അതിന്റെ FIR തയ്യാറാക്കിയിരിക്കുന്നത്? FIR? ഒരു പ്രതിയെ പിടികൂടാൻ പോലും തയ്യാറാകാത്ത ഞാൻ ഒരു FIR തയ്യാറാക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ സാറേ? ഞാൻ അത്തരക്കാരനാണോ സാറേ? പറ. പിന്നെ ആരാടോ? വനിതാ കോൺസ്റ്റബിൾ ആണ് സാർ. ഓഹോ, അപ്പൊ വനിതാ കോൺസ്റ്റബിൾ ആണല്ലേ? അല്ല, സുനിത കോൺസ്റ്റബിൾ. സുനിത കോൺസ്റ്റബിളാ? അതെ, കോൺസ്റ്റബിൾ സുനിത. Get out! സുനിത പോകാൻ വരട്ടെ. സുനിത ഇവിടെ നിൽക്ക്, അവര് പോകട്ടെ. PC സുനിതേ? ഞാൻ PC സുനിതയല്ല സാർ, KP സുനിത. ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കേരള പോലീസ് സുനിത. ആട്ടെ, സുനിത വിവാഹിതയാണോ? അല്ല സാർ. പിന്നെ ഞാൻ സുനിതയോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? എന്തിനാണ് സാർ? എനിക്ക് കുറെ കിസ് ചെയ്യണം. അയ്യോ, കിസ്കിസോ? കിസ് അല്ല, ഡിസ്കസ് ചെയ്യണം. ഹോ, സുനിത എന്നെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? എന്നാൽ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ആ, കേട്ടിട്ടുണ്ട്. എന്നാൽ അതിന്റെ പേര് മാറ്റി ഇപ്പോൾ മുംബൈ എന്നാക്കിയിട്ടുണ്ട്. ജാഗ്രത. ഓ, ഇത് ഞാൻ സാറിനേക്കാൾ മുമ്പേ അറിഞ്ഞു. ഓഹോ, അപ്പൊ സുനിത എന്നേക്കാൾ മുമ്പ് ബോംബെയിൽ പോയിട്ടുണ്ടല്ലേ? അപാരം. എന്താണ് അവിടെ ഇരിക്കുന്നത്? ഞാൻ അങ്ങോട്ട് വന്നാണല്ലോ, ഇടിച്ച് നിന്റെ കൂമ്പ് ഞാൻ മടക്കില്ല. ഇറങ്ങി വേണം റാസ്കൽ. എന്നെ ഒന്നും ചെയ്യില്ലേ. ഞാൻ സുനിതയോട് വെറുതെ ഒരു തമാശ പറഞ്ഞതാ, ഇനി ഞാൻ പറയത്തില്ല. സാറ് കരയാതെ, ആ കുട്ടമ്പിള്ള പ്രതികളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നതാ. ആഹാ, ഹോ, ബാക്കിയുള്ളവൻ പേടിച്ച് അവന്റെ ഊപ്പാട് വന്നു. ആരൊക്കെയാണത്? സാറേ, ഇത് പീഡന കേസിലെ പ്രതി ഉത്തമൻ. പീഡന കേസിലെ പ്രതിയുടെ പേര് കൊള്ളാം, ഉത്തമൻ. ഇത് കാർ മോഷണ കേസിലെ പ്രതി സത്യശീലൻ. സാറേ, സാറ് ചോദിക്കേണ്ട രീതിയിൽ ഇവന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് തത്ത പറയുന്നത് പോലെ സത്യം പറയും. ആഹാ, ഇങ്ങോട്ട് മാറിക്കടാ. പറയടാ, നീ എന്താടാ കാക്കയുടെ സൗണ്ട് കരയുന്നേ? എനിക്ക് തത്തയുടെ സൗണ്ട് അറിയത്തില്ല. നിനക്ക് തത്തയുടെ സൗണ്ട് അറിയത്തില്ലല്ലടാ. ഇങ്ങോട്ട് മാറിക്കടാ. നീ ഇങ്ങോട്ട് വാടാ. എടാ ഇവിടെ വാടാ. പിന്നെ ഞാനങ്ങും വരാം. ഇങ്ങോട്ട് മാറില്ലടാ. സത്യം പറയടാ. എന്തോന്ന്? എടോ, തത്ത പറയുന്ന പോലെ പറയൂന്ന് പറഞ്ഞിട്ട് യവന്മാരെ എന്തുവാടാ ഈ പറയുന്നത്? തത്ത ഇങ്ങനെ പറഞ്ഞേ ഞാൻ കേട്ടിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലേ. ഡേയ്, എന്നെ കൊണ്ട് പ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടോ. സാർ ഒരിക്കലും പേടിക്കണ്ട. ഒരാൾക്ക് 2 പ്രാവശ്യം പ്രാന്ത് വരത്തില്ല സാർ. എന്താണ് യവന്മാർ ചെയ്ത കുറ്റം? അത് പറ. സാറേ, ഇവൻ 14 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു സാറേ. അത് ശരി. അപ്പൊ യവനോ? ഇവൻ പട്ടാപ്പകലിൽ വീട്ടിൽ കയറി വീട്ടുകാർ പോലും അറിയാതെ കാർ പോർച്ചിൽ കിടന്ന മാരുതി കാർ മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി അതിന്റെ ബോണറ്റും എഞ്ചിനും അടിച്ചു മാറ്റി വിറ്റ് സാറേ. അത് ശരി. അപ്പൊ നീയാണല്ലേ KL7 1610 മാരുതി കാർ തട്ടിക്കൊണ്ടുപോയി കുറ്റിക്കാട്ടിൽ വെച്ച് പീഡിപ്പിച്ചത്? ഞാൻ ഇന്നുവരെ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. ഞാൻ ഇന്നുവരെ ഒരു ഉറുമ്പിനെ പോലും പീഡിപ്പിച്ചിട്ടില്ല. അത് ശരി. അപ്പൊ തക്കം കിട്ടിയാ നീ ഉറുമ്പിനെയും പീഡിപ്പിക്കും അല്ലടാ? സാറേ, പീഡിപ്പിച്ചത് അയാളല്ല, പീഡിപ്പിച്ചത് ഇയാളാ. അത് ശരി. അപ്പൊ നീയാണല്ലേ 14 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഹൗസിംഗും ബോണറ്റും അടിച്ചു മാറ്റി വിറ്റത്? ഞാനൊന്നും ഇന്നുവരെ ഒന്നും അടിച്ചു മാറ്റിട്ടില്ല സാറേ. ഈ കട്ടെടുക്കുന്നതിനാണ് ഈ മോഷണം എന്ന് പറയുന്നത്. മിണ്ടിപ്പോവരുത്, ഇടിച്ച് നിന്റെ കൂമ്പുവാട്ടികളെ സാറേ, സാറ് പറഞ്ഞു തെറ്റിപ്പോയി. ഇവൻ മോഷണ കേസിലെ പ്രതി, ഇവൻ പീഡന കേസിലെ പ്രതി. ഇവൻ പീഡന കേസിലെ പ്രതി, ഇവൻ മോഷണ കേസിലെ പ്രതി. ഇവരെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചോദ്യം ചെയ്യാൻ പറ്റില്ല. PC, മോഷണ കേസിലെ പ്രതിയെ കൊണ്ടുപോക്കോ. എനിക്ക് പീഡന കേസിലെ പ്രതിയെ മാത്രം മതി. ഇങ്ങോട്ട് നടക്കടാ റാസ്കൽ, പോയി സെല്ലി കടടാ. ഇങ്ങോടാ. എടാ ഇങ്ങോട്ട് മാറില്ലടാ. എന്തിനാ? എടാ ഇങ്ങോട്ട് മാറി നിൽക്കാൻ. പതുക്കെ പറ, എനിക്ക് വേടിയാ. സത്യം പറടാ. നീ അല്ലടാ പീഡന കേസിലെ മാന്യൻ. ഇതുവരെ എത്ര പേരെ പീഡിപ്പിച്ചിട്ടുണ്ടാ? ഞാൻ ആരെയും പീഡിപ്പിച്ചില്ല. ഞാൻ പണിയായിട്ട് ആശുപത്രി കിടക്കായിരുന്നു. അയ്യോടാ, ആശുപത്രി കിടക്കായിരുന്ന ഒരൊറ്റ ഇടിയടിച്ചെന്ന ആശുപത്രി നിന്ന് വെളിയിറങ്ങത്തില്ല കേട്ടോടാ. സാറേ, ഇവനെ ഒന്നും ഇങ്ങനെ ഇടിച്ചിട്ട് ഒരു കാര്യമില്ല. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പുറത്തുനിന്ന് നിപ്പുണ്ട്. അവളെ വിളിച്ച സത്യം അറിയാം. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ആരെ ചൂണ്ടിക്കാണിക്കുന്നു അവനെ പ്രതിയാക്കി കേസെടുക്കണമെന്നാ പുതിയ നിയമം.
എങ്കിൽ എത്രയും പെട്ടെന്ന് പീഡനത്തിന് ഇരയായ പെൺകുട്ടിയെ എന്റെ മുമ്പിൽ ഹാജരാക്കണം. ആ പീഡിപ്പിക്കപ്പെട്ട പെണ്ണ് ഇങ്ങോട്ട് കയറി വാ, അല്ലേ ഇവരെന്നെ ഇടിച്ച് ചുരുട്ടും. ഇങ്ങോട്ട് മാറിയിക്കടി. എടി, നിന്നെ ആരാടി പീഡിപ്പിച്ചത്? സാർ ഒന്നും പേടിക്കണ്ട, നീ സത്യം പറഞ്ഞോ, ഞാനല്ലേ കൂടെ ഉള്ളത്. പീഡനത്തിന് ഇരയായി നീ ആരെ ചൂണ്ടിക്കാണിക്കുന്നുവോ അവനാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതി. അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട. യഥാർത്ഥ പ്രതി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചൂണ്ടിക്കാണിക്കടി. സാർ എന്നെ പേടിപ്പിച്ചത് പേടിപ്പിച്ചതാ? പീഡിപ്പിച്ചത് ദേ ഇയാളാ. അത് ശരി, അപ്പൊ യഥാർത്ഥ പ്രതി സാറായിരുന്ന? ഞാനല്ല, അവനാ. പിന്നെ അവള് ചൂണ്ടിക്കാണിച്ചത് സാറിനെ അല്ലേ? കക്കാൻ പഠിച്ചാലേ നിക്കാനും പഠിക്കണം, അറിയാവോ? ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും എളുപ്പമുള്ള പണി എന്താണെന്ന് വെച്ചാൽ ജ്യോത്സ്യം പറച്ചിലാണ്. യാതൊരു റിസ്ക്കും ഇല്ല. ജ്യോത്സ്യൻ്റെ സമയം നല്ലതാണെങ്കിൽ അയാൾ പറയണത് സത്യമാവുകയും പിന്നീട് അയാൾ സ്വാമിയായി സിദ്ധനായി ദൈവം വരെ ആവുന്ന കാലഘട്ടമാണിത്. അങ്ങനെ കള്ളം മാത്രം പറയുന്ന ഒരു ജ്യോത്സ്യൻ ഒരു നാൾ കുടുങ്ങി. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നാണല്ലോ. എന്താണെങ്കിലും നമുക്ക് അത്തരത്തിലൊരു ജ്യോത്സ്യനെ കണ്ടു നോക്കാം. ഓം അരുടേ മൂടേ ത്രിപിടേ ത്രിപഞ്ചപദനായ സ്വാഹ ഡുണ്ടുഞ്ചല സാഹ സർവവിഷ്ണു പ്രഭോര കടോൽക്കജനാനന്ദായ സ്വാഹ. ദൈവമേ, ഇന്നെങ്കിലും നല്ലൊരു കോള് കിട്ടണേ. ലക്ഷണം പറയും, മുഖലക്ഷണം പറയും, മുഖത്ത് നോക്കി ഉള്ള കാര്യങ്ങൾ പറയും, ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലെന്ന് തന്നെ മാത്രം പറയും. ജ്യോത്സ്യം പറയും, ഉള്ള കാര്യങ്ങൾ പറയും. അത്തം ചിത്ര ജ്യോതിവിശ അനന്തരക്കേട്ട മൂലം പൂരാട ഉത്രാടം തിരുവോണം അവട്ടം ചെയ്തേ പൂരുട്ട ഉത്രട്ട രേവതി അശ്വതി പറഞ്ഞ രോഹിണി കാർത്തിക കഴിഞ്ഞിട്ട് ഏത് നാളാണ്? നമ്മുടെ ആശാനോട് തന്നെ ചോദിക്കാം. ഞാൻ 8473. ആശാനെ, ഞാനാ ശിഷ്യൻ ജ്യോത്സ്യം പരമേശ്വരൻ. ആശാൻ അവിട്ടം കഴിഞ്ഞ് ഏത് നാളാ? രോഹിണി അല്ല ആശാനെ. ആശാനും വലിയ നിശ്ചയിലൊന്നുമില്ല. വിശാഖ അല്ല. ശരി ആശാൻ, ഓക്കെ, താങ്ക് യു. കടന്നു പറഞ്ഞ എല്ലാവർക്കും അത്യാവശ്യമായിട്ട് എനിക്ക് പോകണ്ട ചേട്ടാ, ജോലിക്ക് പോകണം. അതുകൊണ്ടാ. ഒരുപാട് ലക്ഷണങ്ങൾ പറയാനുണ്ട്. എനിക്ക് അടുത്ത വണ്ടിക്ക് പോകണ്ടെന്നേ. നിന്റെ മുഖത്ത് ഒരുപാട് കലകൾ കാണുന്നുണ്ട്. അത് ഇതാ ചിക്കൻ ബോക്സ് വന്ന കലയല്ല, അല്ലാതെ തന്നെ ഒരുപാട് ഐശ്വര്യമുള്ള മുഖമാണിത്. അത് ഐശ്വര്യം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. നല്ല മൂക്ക്, നല്ല ചുണ്ട്, നല്ല കാത്, ഒരുപാട് ഐശ്വര്യങ്ങളുണ്ട്. നിന്നെയും കാത്ത് ഒരു പെണ്ണ് നിൽപ്പുണ്ട്. ആ പെണ്ണ് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ എന്ത് വേണം? എനിക്ക് 8 വണ്ടിക്ക് പോകണ്ടെന്ന് ഞാൻ പറയുന്നൊക്കെ ഇവിടെയൊന്നും അല്ല. കോഴിക്കോട് അങ്ങാടിയില് മാറാട് ബീച്ചിന്റെ തൊട്ടപ്പുറത്ത്, കോവളം ബീച്ചിന്റെ തൊട്ടിപ്പുറത്ത് നിന്റെ മുഖത്ത് ആ പെണ്ണ് ഐശ്വര്യമായിട്ട് വിളയാടുകയാണ്. ഒരു 10 രൂപ തരൂ, ലക്ഷണം പറയാം. അവിടെ ഇരിപ്പുണ്ട്. കോഴിക്കോട് പെണ്ണോ? ഉറപ്പ്. എന്നെ നോക്കി? നിന്നെ നോക്കി. ഉറപ്പ്? ഉറപ്പാണ്, ഞാനല്ലേ പറയുന്നത്. ഒരു 10 രൂപ ഇങ്ങോട്ട് തരും. 10 രൂപയിലെ ചില്ലറ ആകപ്പാട് 100 രൂപയുള്ളൂ. എന്റെ പൊന്നു മകനെ, ഞാൻ പറയുന്നത് നിന്റെ മുഖത്ത് ഒരുപാട് കലകൾ. ചേട്ടാ, എനിക്ക് വണ്ടിക്കാശ് മാത്രമേ ഉള്ളൂ. വണ്ടിക്ക് പോകേണ്ട ആളാണ് ഞാൻ. നീ വണ്ടിക്ക് പോകേണ്ട ആളല്ല, നീ വണ്ടി കയറി പോകേണ്ട ആളാണ്. അത് ശരി. പറയുന്നത് നീ കൊണ്ടുപോവാ. അല്ല, എവിടെയാണ്? കോഴിക്കോട് എവിടെയാന്ന് പറഞ്ഞ? കോഴിക്കോട് പിന്നെ കോഴിക്കോട് ഒരു അങ്ങാടിയില്ലേ? അപ്പൊ ഞാൻ എന്തെന്ന് ചോദിക്കണം? എന്നെ ഉറപ്പാണ് ഉണ്ടാവും അവിടെ? അങ്ങാടി ചെന്ന് വെച്ചാൽ മറ്റേ അവിടെ ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്ത് ലീലെന്ന് പറയും. കോഴിക്കോട് ലീല. അതോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അത് ശരി. അപ്പൊ ഈ രുദ്രാക്ഷ മാലയൊക്കെ ഇട്ട് കാല് കൊണ്ടൊക്കെ എടുത്ത് മനുഷ്യനെ പറ്റി കത്തിക്കാണ്. എന്റെ പൈസ എടുത്ത് അല്ല, പൈസ ഒന്നും തരത്തില്ല. നീ പൈസ ഇങ്ങോട്ട് തന്നു പോയ പൈസ തരത്തില്ല, നീ തിരിച്ചു പോകണം. എന്താ പൈസ തരാത്ത? എന്താ പൈസ തരാൻ പറ്റും? എന്റെ പൊന്നു മോനെ, ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ജീവിക്കാൻ വേണ്ടി താൻ എന്തും ചെയ്യല്ലേ? പണി തരാം കേട്ടാ. തനിക്ക് പണി തരാവേ. ഇത് ഞാനാ പറയണം. നിക്കണം മകനെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മുഖത്ത് നോക്കി ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട്. എന്റെ മോൻ നോക്കി ഒരുപാട് ഒരു ഭാഗ്യദേവത മുഖത്ത് കിടന്ന് കടാക്ഷിക്കുന്നുണ്ട്. എന്റെ പൊന്നാശാൻ, എനിക്ക് വീട്ടിൽ പോകാൻ സമയം പോയി. വളരെ എന്റെ പൊന്നു മോനെ, തടിയൊക്കെ കുറക്കണം. എന്റെയോ? എന്താ കഴിക്കാറുള്ളത്? ഞാൻ പൊറോട്ട കഴിക്കാറുണ്ട്, കഞ്ഞി കഴിക്കാറുണ്ട്. ഇതെല്ലാം നിർത്തണം. 36 വയസ്സായില്ലേ? ഈ 36 വയസ്സിനുള്ളിൽ എന്റെ ബോഡിയെങ്കിലും വേണം. ചേട്ടന്റെ പൊടി വേണം? ഈ ബോഡിയെങ്കിലും വേണം. അവന് പറഞ്ഞുതരാം, ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. തടി കുറയ്ക്കാൻ മരുന്നുണ്ടോ? മരുന്നുണ്ട്, 10 രൂപ വരും. അയ്യോ, 10 രൂപ തരാം ചേട്ടൻ. പറ, ഐശ്വര്യമായിട്ട് രാവിലെ ഭാഗ്യദേവത ഐശ്വര്യമായിട്ട് 10 രൂപ വെച്ചോളൂ. 10 രൂപ വേണം. 10 രൂപ ഐശ്വര്യമായിട്ട് വെച്ചോളൂ, സന്തോഷത്തോടെ, മനസാക്ഷ്യസ്ഥ. 10 രൂപ തരാം. 10 രൂപ തരാം. അപ്പൊ ഞാൻ മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ തരാതിരിക്കും. 10 രൂപ തരാതിരിക്കത്തില്ല. ഉറപ്പാണല്ലോ? തീർച്ചയായിട്ടും തരാം. അപ്പൊ എഴുതിയെടുത്തോണേ. എഴുതിയെടുക്കാൻ വേണ്ട, മനസ്സിൽ കുറിച്ചിട്ട് ടേപ്പിരിപ്പുണ്ട്. പറഞ്ഞു. കേട്ടോ? അരിപ്പൊടി, അറക്കപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി നിങ്ങൾ പാകത്തിനെടുത്ത് അത്തി, എമ്പരത്തി, അറുതി, ഹൃദയംകൊമ്പ്, തേങ്ങ, വേങ്ങ, കരയാമ്പ്, കാതിരപ്പൂ, തേക്കി, നെല്ലിക്ക, വെണ്ടക്ക, പാവക്ക, കൊച്ചിക്ക, വലിക്ക, മൂത്തക്ക, ആഫ്രിക്ക കായകളും പറിച്ചെടുത്ത് മലയിഞ്ചി, മഞ്ഞൾ, മാധവം, മഞ്ഞൾപ്പ്, അമ്മക്കൊരു ഉപ്പ് തഴുതാമതെല്ലാം സൂര്യത്തിൽ. അത് ശരി. ആശാൻ ഈ ഹസ്തരേഖ ശാസ്ത്രത്തിന്റെ പരിപാടിയല്ല, ഈ മരുന്നിന്റെ പരിപാടിയൊക്കെ ഉണ്ടോ? ഇതന്നെ ഇങ്ങനെ പഴയ കാര്യം അറിയാതെ ഓർത്തുപോയി. അത് ശരി. അല്ല, ആശാൻ കൈ നോക്കി പറയുന്നത് കൈ നോക്കി ലക്ഷണം പറയും. 10 രൂപ 10 രൂപ ഐശ്വര്യമായിട്ട് 10 രൂപ തരാം. ആശാൻ പറ, കാര്യം പറ, ഞാൻ ചെയ്തു തരാം.
ഭാഗ്യരേഖ, ഭൂമത്തിരേഖ, രേഖ. അയ്യോ ഹാ, ഇതെന്ത്? ശംഭു വെച്ചാണ് കളഞ്ഞല്ലേ നമുക്ക്. നല്ല കൈയാണ്. ആയിക്കോട്ടെ. ആര് കണ്ടാലും നോട്ടയിടുന്ന കൈയാണ്. എന്നെ ഒരു പെണ്ണ് എന്നെ നോക്കിയിരിപ്പുണ്ട്. ഉറപ്പായിട്ട് നോക്കിയിരിക്കണമല്ല, കല്യാണത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട്. എന്നെ ഉറപ്പായിട്ട് ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട്. ശരി. പിന്നെ ഒരു പെണ്ണുണ്ട്. ഉണ്ട്. 10 രൂപ തരൂ. 10 രൂപ തരാം. 10 രൂപ തരൂ. പെണ്ണിനെ പറ്റി പറയോ? 10 രൂപ. നല്ല സുന്ദരിയാണോ? സുന്ദരി പെണ്ണ്, അടിപൊളി പെണ്ണ്. പൈസ എടുക്കട്ടെ, പൈസ എടുക്കട്ടെ. ഇവിടെ വരെ മുട്ടറ്റ മുടിയുള്ള പെണ്ണ്. മുട്ടറ്റ മുടിയുള്ള പെണ്ണ്. എന്നാ പിന്നെ 10 രൂപ തരാം. നല്ല കാർക്കൂന്തൽ. 10 രൂപ എടുത്തോളൂ. 10 രൂപ. 10 രൂപ. 100 മാറ്റി വെച്ചിട്ട് പുറകെ എടുക്കേണ്ടി വരും. അപ്പൊ പെണ്ണിനെ കാണണല്ലേ? കാണിച്ചേരാവേ. എങ്ങനെയുണ്ട്? അടിപൊളി സുന്ദരി പെണ്ണ്, സുശീലയാണ്, സുഭദ്രയാണ്, എല്ലാം പാട്ട് പാടാൻ പറ്റുന്നത്. ഇതിന് മുടിയൊന്നും ഇല്ലല്ലോ. മുടിയൊക്കെ ഇത് മുട്ടയാണല്ലോ. അതെ, വേറെ ഒന്നും വിചാരിക്കരുത്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉടുപ്പിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, ഉടുപ്പിൽ ഒഴിച്ച് വെച്ച് ഇന്ന് റെഡി ചെയ്ത് എസ് ഐ പിടിച്ചായിരുന്നു. അപ്പൊ മുട്ട അടിച്ചാണ്. ഒരു 5 ആഴ്ച കഴിയാൻ വളർന്നോളൂ. എനിക്ക് ഈ പെണ്ണിനൊന്നും വേണ്ട. എനിക്ക് മുടിയില്ലാത്ത പെണ്ണിനൊന്നും വേണ്ട. വേറെ എന്തെങ്കിലും പറ. എന്റെ പൊന്നു മോനെ, ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അപ്പൊ അത് ശരിയല്ല. ഞാൻ തന്ന പൈസ തിരിച്ചു തരത്തില്ല. 10 രൂപ 10 രൂപയ്ക്ക് നല്ല വിലയുള്ള മനുഷ്യനാണ്. അപ്പൊ ഇയാളെ പൈസ തരത്തില്ല. ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കാണിച്ചു തരാം. ശരിയാക്കി തരാം. നിക്ക് മോനെ, ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട്. മുഖത്ത് നോക്കി ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട്. നല്ല മുഖമാണ്, ഐശ്വര്യമുള്ള മുഖമാണ്. ഈ മുഖം നല്ല മീശയാണ്, നല്ല മൂക്കാണ്. ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടുണ്ട്. എന്റെ മുഖത്ത് ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടുണ്ട്. ഒരു ലോട്ടറി എടുക്കണം. ഞാൻ ലോട്ടറി എടുക്കണം. ഒരു ലോട്ടറി എടുക്കണം. ഞാൻ ലോട്ടറി എടുക്കത്തില്ല. ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ അടിക്കും. 50 ലക്ഷം രൂപ? ഉറപ്പായിട്ട് പറയാണ്, 50 ലക്ഷം രൂപ അടിക്കും. എനിക്ക് അടിക്കും? ഉറപ്പായിട്ട് അടിച്ചിരിക്കും. ഓക്കെ, ഞാൻ എടുക്കാം. 50 ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. 50 ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം കിട്ടുള്ളൂ. ബാക്കി 45 ലക്ഷം എവിടെ പോകും? അത് സർക്കാർ ടാക്സ് ആയിട്ട് എടുക്കും. അത് ശരി. ഈ 50 ലക്ഷത്തിന് കൂടെ വേറെ മാരുതിക്കാറുണ്ടല്ലോ. ഈ മാരുതിക്കാർ കിട്ടും അടിച്ചാൽ? മാരുതിക്കാർ കിട്ടത്തില്ല. മാരുതിക്കാരുടെ 4 വീല് മാത്രം കിട്ടും. അപ്പൊ അതിന് ചേസും ബോഡി തന്നെ ചെയ്യും. അത് നമ്മുടെ സർക്കാർ ടാക്സ് ആയിട്ട് എടുക്കും. അത് ശരി. അപ്പൊ അതും അവര് ടാക്സ് ആയിട്ട് എടുക്കും. എന്നാൽ 5 ലക്ഷം രൂപ കിട്ടുമല്ലോ. അത് മതി. ഉറപ്പാണല്ലോ. അതെങ്കിലും കിട്ടിയാൽ മതി എനിക്ക്. കൈ കാണട്ടെ. കൈയൊന്ന് നോക്കട്ടെ. കൈ നോക്കി ഭാഗ്യരേഖ വെച്ച് നോക്കുമ്പോൾ ഇത് ജോലിശ്വര എന്റെ കൈ നോക്കും. ജോലിശ്വര കൈ നോക്കുന്നത് ആ കൈ രേഖയില്ലല്ലോ, പിന്നെ എങ്ങനെ നോക്കണം? എന്റെ കയ്യിലുള്ള രേഖയുള്ള കൈ വെച്ച് നോക്കട്ടെ. അത് ശരി. കുഴപ്പമില്ല കേട്ടോ. വൈറ്റിക്കാല് മുക്കാല് വൈറ്റെട്ട് 60 വൈറ്റെട്ട് 74 ഗരുഡം വൈറ്റ് അരുടെ മൂടെ ത്രിപടെ ത്രിപഞ്ചപതനായ സ്വാഹ. നല്ല ഐശ്വര്യമുള്ള കൈ, ഭാഗ്യമുള്ള കൈ. 10 രൂപ ലോട്ടറി എടുത്തോളൂ. 5 ലക്ഷം രൂപ ഉറപ്പ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ജോലിശ്വര ഭാവി ഭൂതം വർത്തമാനമൊക്കെ പറയുന്നല്ലേ പറഞ്ഞത്? പക്ഷെ ഇവിടെ വർത്തമാനം മാത്രമേ കാണുന്നുള്ളൂ. അല്ല, ഞാൻ സാധാരണ വർത്തമാനം മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചത്. അപ്പം 10 രൂപ ലോട്ടറി. അയ്യോ, നമ്മുടെ ലോട്ടറിക്കാരനെ കണ്ടില്ല. എന്നാ 45-50 ലക്ഷം അടിക്കാൻ വേറെ എങ്ങും പോകണ്ട. ലോട്ടറി ഇവിടെ തന്നെയുണ്ട്. എവിടെ? മകന്റെ തൊട്ട് മുന്നിൽ തന്നെ ലോട്ടറി ഉണ്ട്. എവിടെ? ഞാൻ കണ്ടില്ല. ലോട്ടറി ഇവിടെ ഉണ്ട്. ഇതാണോ? ഓക്കെ, എടുത്തിരിക്കുന്നു. അപ്പൊ ഈ പരിപാടി ഉണ്ടല്ലേ? എന്റെ പൊന്നു മോനെ, ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുമല്ലേ? അപ്പൊ 10 രൂപ കിട്ടി. അയ്യമ്മേ, ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനുവം മകരം കുംഭം മീനം മേട ഇടവം ജനുവരി ഫെബ്രുവരി 1 2 കായ്ക്ക ഞാൻ ചായച്ച ഞാൻ ടായിട്ടാണ് അതായിത്ത തെഞ്ഞി. ഇപ്പൊ എന്ത് പറഞ്ഞ ആരെ പിടിക്കും? അടുത്ത ആൾ വരുന്നുണ്ട്. വരണം മകനെ, കടന്നു വരണം മകനെ. അറച്ചു നിൽക്കാതെ നാണിച്ചു നിൽക്കാതെ ചങ്കിച്ചൊക്കെ കടന്നു വരണം മനുഷ്യൻ. വരൂ. നല്ല മുഖമാണ്, ഐശ്വര്യമുള്ള മുഖമാണ്. കല്യാണം കഴിച്ചതാണല്ലേ? ഞാൻ 4 കുട്ടികൾ. എനിക്ക് അതിനുള്ള ആമ്പയറില്ലേട്ടാ? ഇല്ലെന്ന് എനിക്കറിയാം. എനിക്ക് തന്നെ ഒരു ഊഹം ഞാൻ പറഞ്ഞാണ്. കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്, 4 കുട്ടികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വീട് ആലപ്പുഴ ജില്ലയിൽ. എന്റെ വീട് എറണാകുളത്ത്. അല്ല, എറണാകുളം ജില്ലയിൽ ആണെന്ന് എനിക്കറിയാം. എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരി. അല്ല, കാക്കനാട്. 7 രൂപ 50 പൈസ പോയിന്റ്. മട്ടാഞ്ചേരി കാക്കനാട്. വലിയ കിലോമീറ്റർ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാലും ഉള്ള കാര്യങ്ങൾ സത്യമല്ലേ? ഉള്ള കാര്യങ്ങൾ ഉള്ളതായിട്ട് പറയും, ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്തതായിട്ട് തന്നെ പറയും. മകനെ, ഒരു ഭാഗ്യമുഖത്ത് കാണുന്ന ഒരു യാത്ര പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ മുഖത്തോ? യാത്ര എങ്ങോട്ട്? ഒരു യാത്ര, ഗൾഫ് യാത്ര. ഗൾഫ് യാത്ര? എനിക്കാ? സത്യമാണോ? സത്യം, ഉറപ്പായിട്ടും പറയാണ്. കൈയൊന്ന് കാണട്ടെ. നല്ല കൈയാണ്, ഐശ്വര്യമുള്ള കൈയാണ്. ജപ്പാനിലേക്ക് ഒരു യാത്രയുണ്ട്. ശ്രീലങ്കയിൽ 5 ദിവസമുണ്ട്. ഇല്ലെങ്കിൽ ഒരു ഭാരത പര്യടനം കിടക്കുകയാണ്. ഏതാ വേണ്ടത്? എനിക്ക് ജപ്പാനിൽ പോയാൽ മതി. പേഴ്സ് ഇരിപ്പുണ്ടല്ലോ പോക്കറ്റിൽ. ഒരു കറുത്ത പേഴ്സ് പോക്കറ്റിൽ കാണുമല്ലോ. ഉണ്ട്. അതെങ്ങനെ മനസ്സിലായി? നമുക്കറിയാം, കൈരേഖ നോക്കി അറിയാൻ പറ്റുമല്ലോ. എടുക്കൂ, പേഴ്സ് എടുക്കൂ. അതിൻ്റെ അകത്തൊരു 300 രൂപ ഇരിപ്പുണ്ടല്ലോ. 300 രൂപ ഇരിപ്പുണ്ടല്ലോ. മനസ്സിലായി. ഇനി കാര്യങ്ങൾ പറയാം. എൻ്റെ കയ്യിൽ ഇത്രയും കുറി ഇരിപ്പുണ്ട്. ഈ കുറി പൈസ തന്നെ എടുത്തു കഴിഞ്ഞാല് ജപ്പാനിലേക്ക് ഒരു യാത്ര, ശ്രീലങ്കയിൽ 5 ദിവസം, ഭാരത പര്യടനം. ഇത് എവിടെ വേണമെങ്കിലും പോകാം. ഒരു 100 രൂപ എടുക്കൂ. ഐശ്വര്യമായിട്ട് 100 എടുത്തോളൂ. ഐശ്വര്യമായിട്ട് എടുത്തോളൂ. ജപ്പാനിലേക്ക് ഒരു യാത്ര, ശ്രീലങ്കയിൽ 5 ദിവസം, ഭാരത പര്യടനം. അറച്ചു നിൽക്കാതെ, നാണിച്ചു നിൽക്കാതെ, ശങ്കിച്ച് എല്ലാവർക്കും വരാം, പങ്കെടുക്കാം. ഒരു കുറിക്ക് 100 രൂപയാണ്. ഒരു കുറിക്ക് 100 രൂപ മാത്രം.
കൊണ്ടുവരൂ. അല്ല, ഇത് ഭാരത പര്യടനമൊക്കെ ഉറപ്പാണ്. ഭാരത പര്യടനം 100 രൂപ ഞാനും ഇട്ട് കൊണ്ടുവരൂ. ശ്രീലങ്കയിൽ 5 ദിവസം ഭാരത പര്യടനം. അപ്പൊ നമുക്ക് തുടങ്ങാം. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ പിടിക്കൂ 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 നോക്കിയേ. ഒന്നാർക്കാ കിട്ടിയിരിക്കുന്നത് ജപ്പാനിലേക്ക് ഒരു യാത്ര. എനിക്ക് ഫസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസ് നിനക്ക്. ഞാൻ എന്റെ പെണ്ണുമ്പിള്ളായിട്ട് ഒരാഴ്ച അവിടെ. സെക്കൻഡ് പ്രൈസ് ആർക്കാണ്? ശ്രീലങ്കയിൽ 5 ദിവസം. 5 ദിവസം നിനക്ക്. എനിക്ക് തേർഡ് പ്രൈസ് ആണ്, എന്നാലും കുഴപ്പമില്ല, ഞാൻ സഹിച്ചു. ഭാരത പര്യടനം അല്ലേ? കുറച്ച് സ്ഥലത്തൊക്കെ പോയ വരൂ. നിനക്ക് ജപ്പാനിലേക്ക് ഒരു യാത്ര. അതെ. 1ാം സമ്മാനം. അതെ. പിടിക്കൂ. നിനക്ക് ശ്രീലങ്കയിൽ 5 ദിവസം. പിടിക്കൂ. എനിക്ക് ഭാരത പര്യടനം. നിനക്ക് ഭാരത പര്യടനം. പിടിച്ചോളൂ, ഐശ്വര്യമായിട്ട് പിടിച്ചോളൂ. ഇതൊരു പുസ്തകമാണല്ലോ. അതാ പറഞ്ഞത്, നമ്മൾ വീട്ടിൽ പോയി വായിച്ച് പഠിക്കേണ്ട പുസ്തകങ്ങളാണ്. അപ്പൊ ഞങ്ങളോട് മേടിച്ച് 100 രൂപ എന്തേ? അതെ, ജീവിക്കാൻ വേണ്ടിയേ ഞാൻ എന്തും ചെയ്യും. അത് ശരി, പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കാണ്. തന്ത്രിയല്ലേ? ഇടിക്കടാ. എന്നെ എന്തിനാ എല്ലാരും കൂടി ഇടിച്ചത്? തന്റെയൊക്കെ മുന്നിൽ ജീവിക്കണമെങ്കിലേ ഞങ്ങൾ എന്തും ചെയ്യും. ഹലോ 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 ഡോക്ടറാണോ? അതെ, ഡോക്ടർ കുരുവിളയാണ് സംസാരിക്കുന്നത്. അതെ ഡോക്ടറെ, എനിക്കൊരു സീരിയസ് കാര്യം സംസാരിക്കാനുണ്ട്. സീരിയസ് കാര്യം? എന്താണ് സീരിയസ് കാര്യം? കഴിഞ്ഞ ദിവസേ എന്റെ മോന്റെ സ്കൂട്ടറിന്റെ താക്കോല് വിഴുങ്ങി. സ്കൂട്ടറിന്റെ താക്കോല് വിഴുങ്ങിയോ? അതെ. എത്ര ദിവസമായി വിഴുങ്ങിയിട്ട്? 15 ദിവസമായി. 15 ദിവസമായിട്ട് താൻ എന്തെടുക്കുമായിരുന്നു? അതെ, അതുവരെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ടോ ഓടിച്ചോണ്ടിരുന്നത്. ഓ, അത് ശരി. ഇപ്പം വിളിക്കാനുള്ള കാരണം എന്താ? ആ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും പോയി. വെച്ചിട്ട് പോടോ ഫോൺ. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോരുത്തർ രാവിലെ ഫോൺ കോളുമായിട്ട് എന്തൊരു ഒച്ചയും പോകളോടെ. കമാണ്ടർ, എന്തൊരു ഒച്ചയും പോകളോടെ അവിടെ. എടോ, ആ രോഗികളോടൊക്കെ മിണ്ടാതിരിക്കാൻ പറ അവിടെ. അയ്യോ, രോഗികൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നല്ല, പിന്നെ അതിലൊരു ജാഥാ പോയിന്റ് ഒച്ചപ്പാടും ബഹളമാ. ഇവിടെ ഇന്ന് അവരെ രോഗികൾ ആരും വന്നിട്ടില്ലല്ലോ. താൻ വെറുതെ എന്നെ രാവിലെ ആശിപ്പിച്ചു കളഞ്ഞല്ലോ. എടോ, താൻ 6ാം വാർഡിൽ രോഗിക്ക് ആഹാരത്തിന് ശേഷമാണോ ഗുളിക കൊടുത്തത്? ഭക്ഷണത്തിന് ശേഷമാണോ ഗുളിക കൊടുത്തത്? അതെ. ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇന്നവരൊരു ജോലിയും ചെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് പോയി ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു, രോഗിക്ക് ഗുളിക കൊടുത്തു. അത് ശരി. എടോ, താൻ ഭക്ഷണം കഴിച്ച കാര്യമല്ലേ ചോദിച്ചത്, രോഗിക്ക് ആഹാരം കൊടുത്തോ എന്നാണ് ചോദിച്ചത്. രോഗി ഭക്ഷണം കഴിച്ചോ എനിക്കറിയണമല്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇന്നവരെ ജോലി ചെയ്തിട്ടുള്ളൂ. അത് ശരി. അയാൾ എന്നെ പഠിപ്പിക്കാൻ പറ്റും. ഇവിടെ താൻ ഇവിടുത്തെ കമ്പൗണ്ടർ, ഞാൻ ഇവിടുത്തെ ഡോക്ടറും, അത് മനസ്സിലാക്കണം താൻ. അതെ ഡോക്ടറെ, ആ 8ാം വാർഡിൽ കിടക്കുന്ന രോഗി ഉണ്ടല്ലോ, പത്മനാഭൻ, അദ്ദേഹത്തിന്റെ വലത്തെ കാലിന് ഭയങ്കര വേദനയാന്നാ പറയുന്നത്. എടോ, അതൊക്കെ അയാളുടെ പ്രായത്തിന്റെയാ. ആണോ? അങ്ങനെയാണെങ്കിൽ ഇടത്തെ കാലിന് പറയണല്ലോ, രണ്ടിനും ഒരു പ്രായമല്ലേ. തന്നോട് ഞാൻ പറഞ്ഞു താൻ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട, ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. അതെ. ഡോക്ടറെ, ആരായി സൂസി? സൂസി അത് ഞങ്ങളുടെ വീട്ടിലെ പട്ടിയാ. ആണോ? എന്നാലേ ആ പട്ടി രാവിലെ അങ്ങോട്ട് ഫോൺ ചെയ്തായിരുന്നു. രാവിലെ 2 ടിക്കറ്റ് കൊടുത്തിട്ട് മാറ്റിലേക്ക് വേഗം ചെല്ലാൻ. പട്ടിയെ കൊണ്ട് സിനിമയ്ക്ക് പോകുന്നു ഡോക്ടർ. ഞാൻ പട്ടിയായിട്ടോ പട്ടിയുടെ ഓണറുമായിട്ടോ സിനിമയ്ക്ക് പൊക്കോളാം, അത് തിരക്കേണ്ട കാര്യം തനിക്കില്ല. ചില കമ്പൗണ്ടർമാരുടെ വിചാരം അവരായി ഇവിടുത്തെ ഡോക്ടറാണെന്ന്. നെക്സ്റ്റ്. ദൈവം ഇതെന്നെ തുണി കൊടുത്തിട്ടില്ലേ? അയ്യോ, പേടിച്ചു പോയി കേട്ടോ. ഇരുന്നു. രാവിലെ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയതാ. അത് ശരി. അപ്പൊ ഗാനമേള നടന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. കുറച്ച് ഉപ്പവും മേടിച്ച് റവ ഉണ്ടാക്കി തിന്നു. സാർ എന്തോ പണിയാ കാണിച്ചത്. എന്ത് പറ്റി? ഞാൻ എന്റെ കല്യാണം അല്ലായിരുന്നോ? എന്താ കല്യാണത്തിന് വരായിരുന്നു? അയ്യോ, കല്യാണത്തിന് വരാൻ പറ്റില്ല എനിക്ക്. സാരമില്ല, നാളെ നിശ്ചയമാ, തീർച്ചയായിട്ടും വരണം. ഞങ്ങളുടെ ഭയങ്കര മഴയാണ്. 3 വീട് കത്തി നശി. മഴ കാരണം? കല്യാണം കഴിഞ്ഞ പെമ്പിള്ളേര് സൂര്യനെ നോക്കിയ കല്ലറയാണ്. എന്തിന്? പെട്ടെന്ന് രാത്രിയാകാൻ അവർക്ക് ധൃതി കൂടി. 3 അച്ഛനുണ്ട് എനിക്ക്. ഒരച്ഛന്റെ കളർ പച്ച. ഞങ്ങളുടെ അടുക്കളക്കകത്ത് ട്രെയിൻ വരും. ആ ട്രെയിനിൽ കയറി ഞാനും അമ്മ ഇന്നലെ കടലിൽ നടക്കുപോയി. അവിടെ വെച്ച് നമ്മള് പോത്തുമാന്തി. കടലിൽ നടക്കാം. നമ്മുടെ സെക്രട്ടറി എന്തേലും ഒന്ന് പറ. എല്ലാരും പറയുന്നത് എനിക്ക് ഭ്രാന്താണെന്ന്. പറയും. വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരമൊക്കെ നടത്തണ്ടേ? പിന്നെ നടത്തണം. ഗുജറാത്തിൽ ഇരുന്ന് ഞാൻ അവിടുന്ന് സൈക്കിളിൽ വന്നിട്ട് വീട്ടിൽ അടിയന്തരം നടത്തി ചോറ് കൊടുത്ത് എല്ലാരും വിളിച്ചു വരുത്തിയപ്പോ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കണ്. ഒരു അടിയന്തരം നടത്തിയത് എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ, ആരാ തന്റെ വീട്ടിൽ മരിച്ചത്? എന്റെ വീട്ടിലെ പട്ടി. ശരി, വീട്ടിലെ പട്ടി മരിച്ചാനാണോ താൻ അടിയന്തരം നടത്തിയത്? പുണ്യപ്രവൃത്തി ചെയ്തതിന് ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കണ്. എന്ത് പുണ്യപ്രവൃത്തി? ചെടിക്ക് വെള്ളം നനച്ചതിന് ഭ്രാന്താണെന്ന് പറഞ്ഞു എന്റെ വീട്ടിലുള്ളവര്. ചെടിക്ക് വെള്ളം നനച്ചതിന് ഭ്രാന്താന്ന് പറഞ്ഞു? അതൊക്കെ പോട്ടെ, താൻ എപ്പോഴാണ് ഈ ചെടിക്ക് വെള്ളം നനച്ചത്? നല്ല മഴ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ കൊടയും ചൂട് ഇന്ന് ചെടിക്ക് വെള്ളം നനച്ചതിന് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കണം. പറയും. എനിക്ക് ഭ്രാന്തുണ്ട് ഡോക്ടറെ. തനിക്ക് ഭ്രാന്തില്ല. അതുപോലെ തന്നെ ഉണ്ടല്ലോ, പെണ്ണ് കാണാൻ പോയതിന് ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കണ്. പെണ്ണ് കാണാൻ പോയൊരു ഭ്രാന്ത്? എനിക്കൊരു ജീവിതം വേണ്ടേ? പിന്നെ വേണം. ഡോക്ടറിന്റെ ഭാര്യനെ എനിക്ക് തരുവാ? അല്ലല്ല, പെണ്ണ് കാണാൻ പോയതിന് ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കണ്. പെണ്ണ് കാണാൻ പോയതിന് ഭ്രാന്താന്ന് പറഞ്ഞു? ആരൊക്കെയാ പെണ്ണ് കാണാൻ പോയത്? ഞാനും എന്റെ മൂത്ത 2 മക്കളും കൂടി. അപ്പൊ എനിക്ക് ഭ്രാന്തുണ്ടാ? തനിക്ക് ഭ്രാന്തില്ല. അയ്യോ, എന്താ പറ്റി? ഞാൻ ഇന്നലെ ഒരു 20 പൈസ വിഴുങ്ങി.
20 പൈസ വിഴുങ്ങിയോ? 20 പൈസ. അത് ശരി, അത് പ്രശ്നമില്ല, നമുക്ക് ശരിയാക്കാം. പക്ഷേ ഈ 20 പൈസയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഈ 20 പൈസയുടെ ഒരു വലിപ്പവും അതിന്റെ ഷേപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് വിഴുങ്ങി കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 25 പൈസ ആയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കായിരുന്നു. ആണല്ലേ? ഒരൊറ്റ മിനിറ്റ്, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. ഞാൻ എവിടെ പോവാ? വീട്ടിൽ പോയിട്ട് 20 പൈസ എടുക്കണ്ടേ നമുക്ക്? അതല്ല, 20 പൈസ ആകുമ്പോ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ? 25 പൈസ ആകുമ്പോ പെട്ടെന്ന് എടുക്കാല്ല. അപ്പൊ ഞാനൊരു 5 പൈസ കൂടെ വിഴുങ്ങിയിട്ട് 25 പൈസ ആക്കിയിട്ട് ഇപ്പൊ വരാം. എന്റെ ദൈവമേ, എടോ കമ്പൗണ്ടറെ, ഇതുപോലെ പ്രാന്തന്മാരെയൊക്കെ വല്ല പ്രാന്താശുപത്രിയും പറഞ്ഞു വിട്ട് നമുക്ക് വല്ല നല്ല രോഗികളും പൈസ കളയുന്ന രോഗികളെ കടത്തി വിടും ഇങ്ങോട്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി രോഗി. എന്താ പേര്? എന്റെ പേര് റിംഗ് ടോൺ റിമോ. നല്ല സൂപ്പർ പേര്. എന്താ തന്റെ അസുഖം? അതായത് ഞാൻ രാത്രി നല്ല ഉറക്കം പിടിച്ചു കഴിയുമ്പോൾ കുഷ്ബുവിന് സ്വപ്നം കാണും. ആര്? സിനിമ നടി കുഷ്ബുവിന്? എന്ത് സ്വപ്നം കാണുന്നത്? അതായത് കുഷ്ബു എന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോ ഞാൻ പിടിക്കാൻ ചെല്ലുമ്പോൾ കുഷ്ബു ഓടിക്കളയും. പിന്നെ കുഷ്ബു നടന്നു വരും, ഞാൻ പിടിക്കാൻ ചെല്ലുമ്പോൾ കുഷ്ബു ഓടിക്കളയും. കുഷ്ബു പിടുത്തം തരുന്നില്ല, ഇതാണ് സംഭവം. എന്നാൽ ഞാൻ ഡെയിലി കുഷ്ബുവിന് സ്വപ്നം കാണുന്നുണ്ട്. അതെ, കുഷ്ബു പിടുത്തം തരുന്നില്ല. ഇല്ല. ഓക്കെ, ഞാനൊരു ഗുളിക കുറിച്ച് തരാം. ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ താൻ പിന്നീട് ഒരിക്കലും കുഷ്ബുവിനെ സ്വപ്നം കാണുന്ന പ്രശ്നമേ ഇല്ല. അല്ല, ആ ഗുളിക വേണ്ട. ഈ കുഷ്ബു വന്നോട്ടെ. കുഷ്ബു ഓടിപ്പോകാതിരിക്കാൻ വല്ല ഗുളികയുണ്ടോ? കുഷ്ബു ഓടിപ്പോകാതിരിക്കാൻ തനിക്ക് ഗുളികയല്ല, നല്ല ഓപ്പറേഷനാണ് വേണ്ടത്. ഇവിടെ തനിക്ക് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് പറയൂ. വേറെ വയറുവേദന ഉണ്ട്. വയറുവേദന ഉണ്ടോ? ആട്ടെ, ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇതിനു മുമ്പ് വന്നായിരുന്നു. അപ്പൊ ഡോക്ടർ കല്യാണത്തിന് പോയിരിക്കുകയാണ്. എടോ, അതല്ല ചോദിച്ചു, ഇതിനു മുമ്പ് വയറുവേദന വന്നിട്ടുണ്ടായിരുന്നു? അങ്ങനെ പിന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കൈ പൊക്കിക്കേ. എടോ, ഇക്കിളി ഇട്ടതല്ല, തന്നെ ഞാനൊന്ന് പരിശോധിച്ചതാ. കൈ പൊക്കിക്കേ. പതുക്കെ ഒടിഞ്ഞു, വലിയ ബലമൊന്നും ഇല്ലാത്ത സാധനമാണ്. ഓക്കെ, തന്റെ വയറ്റിൽ നിന്ന് പോകാറുണ്ടോ? വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോന്ന് ചോദിച്ചല്ലോ. വയറ്റിലോട്ട് വല്ലതും പോകണം ആരും ചോദിച്ചോ? ഇല്ലല്ലോ. എടോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. താൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കഴിച്ചോ? എന്ത് കഴിച്ചു? 5 വർഷം മുമ്പ് ഒരു കല്യാണം കഴിച്ചു. എടോ, അതല്ല, തന്റെ ഭാര്യ എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കിയോ? ഉണ്ടാക്കി, സാധാരണ ഉണ്ടാക്കുന്ന. എന്തുണ്ടാക്കി? കുറച്ച് വഴക്കുണ്ടാക്കി. എന്തായിരുന്നു കറി? വഴക്കിന് കറിയോ? വഴക്കിന് തെറിയല്ലേ? അത് ശരിയാ. അതൊക്കെ പോട്ടെ, വളരെ അടിയന്തരമായി ഒരു ഓപ്പറേഷൻ വേണ്ടി. അല്ല, ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ? എന്ത് അടിയന്തരം? എടോ, അതല്ല പറഞ്ഞത്. തനിക്ക് വളരെ അത്യാവശ്യമായി 25,000 രൂപയുടെ ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ടെന്നാ പറഞ്ഞത്. അത് ശരി, 25,000 രൂപയുടെ ഓപ്പറേഷൻ. അതെ, ഈ കുഞ്ഞിക്കാട്ടിന് ഓപ്പറേഷൻ 25,000 രൂപ. എനിക്ക് 25,000 രൂപ മുടക്കുള്ള ഓപ്പറേഷന്റെ ആവശ്യമില്ല. തനിക്ക് 25,000 രൂപയുടെ ഓപ്പറേഷന്റെ ആവശ്യമില്ലായിരിക്കാം, പക്ഷെ എനിക്ക് 25,000 രൂപയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നു. അത് ശരി, ഇങ്ങോട്ട് കണ്ടോ, ചെറിയൊരു വയറ്റുവേദനയ്ക്ക് വന്നാൽ അവിടെ 25,000 രൂപ ഓപ്പറേഷൻ കൊണ്ട് വയ്ക്കാം. അവിടെ ഇങ്ങനെ പോയാൽ കുറച്ച് ഉണ്ടാക്കുമല്ലോ. ഞാൻ നോക്കട്ടെ, കുറച്ച് പൈസ ഉണ്ടാക്കാൻ. കുറച്ച് സമയത്തേക്ക് ഒരു ചെറിയ ഡോക്ടർ ഞാനാണ്. കണ്ടോ കമ്പാണ്ടർ, അന്നെ സ്റ്റോറത്തിലെ കടത്തി വിടും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. പക്ഷെ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? അയ്യോ, ഞാൻ വാതില് വഴി വന്നത്. അത് തന്നെ ചോദിച്ചത്. ഈ വാതിൽ കൂടി വണ്ണം വെച്ചിട്ട് എങ്ങനെയാ വന്നതെന്ന്. എന്താ ഡോക്ടർക്ക് തിരക്കുണ്ടോ? ശരിക്കൊരു തിരക്കില്ല. നിങ്ങൾക്ക് എന്തിന്റെ അസുഖം? അല്ല, ആക്ച്വലി എന്താണ് നിന്റെ അസുഖം? ഡോക്ടർ, അതായത് എന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്കിന്നിന്റെ മുകളിൽ ചില സമയങ്ങളിൽ ഉണ്ടല്ലോ ഡോക്ടർ, ഇങ്ങനെ നഖം കൊണ്ട് സ്ക്രാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു. ഇങ്ങനെ നഖം കൊണ്ട് അവിടെ സ്ക്രാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു. സ്കിന്നിന്റെ മുകളിൽ നഖം കൊണ്ട് സ്ക്രാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു. സ്കിന്നിന്റെ മുകളിൽ സ്ക്രാച്ച് ചെയ്യുന്നത് ഞങ്ങൾ പറയുന്നത് ചൊറിച്ചിൽ എന്നാണ് പറയുന്നത്. ആണല്ലേ? മനസ്സിലായോ? ഒരാഴ്ചത്തേക്ക് പിടിക്കുമല്ലോ. അയ്യോ, എന്തെന്ന്? ഈ സ്കിന്നിന് മുഴുവൻ സ്ക്രാച്ച് ചെയ്യാൻ. എന്റെ ഡോക്ടറെ, അതല്ല എന്റെ പ്രശ്നം. എനിക്കാണെങ്കിൽ സ്കിന്നിൽ ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, ഭയങ്കര ടെൻഷനാണ്. എനിക്ക് എന്റെ സൗന്ദര്യം നശിച്ചു പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കാണെങ്കിൽ സുന്ദരിയായി മരിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഡോക്ടർ, സുന്ദരിയായിട്ട് മരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞേ? എന്റെ പേര് സുശീല. ഈ സുശീല എന്നുള്ള പേര് മാറ്റിട്ട് പകരം നിങ്ങൾ സുന്ദരി എന്നാക്കിട്ടു. അപ്പൊ മരിച്ചു കിടക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞേ സുന്ദരി മരിച്ചു കിടക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ജോലി? ഞാൻ ഫിലിഫീൽഡിലാണ്. ഫിലിഫീൽഡിലാണോ? ഫിലിഫീൽഡിൽ എന്താ അവർക്ക്? ഞാൻ ആക്ടറാണ്. അതെ, നടി. പേര്? എന്റെ പേര് സുശീല. ഞാൻ ഓർക്കത്തുള്ളൂ. നിങ്ങൾക്കല്ലേ സംസാരിക്കുന്ന ഒരു തത്തയുള്ളത്? എനിക്കായിരുന്നു സംസാരിക്കുന്ന തത്ത ഉണ്ടായിരുന്നത്. തത്ത ഇപ്പോഴില്ല. ഞാൻ അതിനെ ഞെക്കി കൊന്നു. അയ്യോ, അതെന്തിനാ? എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ അത് എന്നെ ആന്റി എന്ന് വിളിക്കും. ഞാൻ മേക്കപ്പ് അടിച്ചിട്ട് വരുമ്പോൾ എന്നെ അമ്മൂമ്മയെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെ ഞെക്കിയും കൊന്നു. അത് ശരിയല്ലേ? നിങ്ങൾ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ ഏകദേശം 10-600 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 10-600 സിനിമയിലോ? ഞാൻ ഇവരൊരു സിനിമയിൽ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അതിന് സംവിധാനം എന്റെ മുഖം കാണിച്ചിട്ട് വേണ്ടേ? മുഖം കാണിക്കത്തില്ലെന്നോ? ഞാൻ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ സംവിധാനം എന്നോട് പറയും ഫേസിന്റെ എക്സ്പ്രഷൻ ഒന്നും വേണ്ട, ഒള്ളി ബോഡി എക്സ്പ്രഷൻ മാത്രം മതിയെന്നു. പിന്നെ ഞാൻ എന്നാ ചെയ്യും? ബോഡി എക്സ്പ്രഷൻ മതിയെന്നോ? ആരുടെ സിനിമയിൽ നിങ്ങൾ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്? ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് KS ഗോപാലകൃഷ്ണ സാറിന്റെ പടത്തിലാണ്. പിന്നെ P. ചന്ദ്രകുമാർ, പ്രദീപ്.
അങ്ങനെ വരട്ടെ. വന്നപ്പം മുതൽ എനിക്കൊരു പരിചയമുള്ള ഒരു ബോഡി. ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല അഭിനയം കേട്ടോ. അട്ടെ, എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചൊറിച്ചിലുണ്ടാകുന്നത്? ഞാൻ അഭിനയിച്ചിരിക്കുമ്പോൾ ചില സംവിധായകരുടെ നോട്ടം കാണുമ്പോൾ എനിക്ക് നല്ല ചൊറിച്ചിൽ വരാറുണ്ട്. സംവിധായകൻ നോട്ടത്തിൽ ചൊറിച്ചിലുണ്ടോ? അട്ടെ, ഇപ്പൊ ചൊറിച്ചിലുണ്ടോ? ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് ചൊറിച്ചിൽ കയറി വരുന്നുണ്ട്. സാറിന്റെ നോട്ടം അത്ര ശരിയല്ല. അത് ശരി. അപ്പം നോട്ടത്തിലാണ് ചൊറിച്ചിൽ കൂടുന്നത്. അതെ. അപ്പൊ എന്റെ നോട്ടത്തിൽ, അതായത് ഈ കൂടുതൽ നിങ്ങൾ കുളിസിലാണല്ലോ അഭിനയിക്കുന്നത്. അതെ. ഈ വെള്ളം മാറി കുളിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതായത് ഇപ്പം നിങ്ങൾ ഷവറിനകത്ത് കുളിക്കുന്നു, ചിലപ്പോൾ നിങ്ങൾ തോട്ട് കുളിക്കുന്നു, ചിലപ്പോൾ നിങ്ങൾ ആറ്റി കുളിക്കുന്നു, ചിലപ്പോൾ വെള്ളച്ചാട്ടത്ത് കുളിക്കുന്നു. അങ്ങനെ ഈ വെള്ളം മാറി കുളിക്കുന്നതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. വെള്ളം മാറി കുളിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല. വെള്ളം മാറുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഏത് വെള്ളത്തിൽ കുളിച്ചാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം എന്താ? അതിനെനിക്ക് കക്കവാറിലല്ലായിരുന്നു ജോലി. അതേ ശരിയല്ലേ? അതെ, ഈ നിങ്ങൾക്ക് ഈ പാട്ട് സീൻ അഭിനയിക്കുമ്പോഴത്തേക്കും ചൊറിച്ചിലുണ്ടോ? ചില പാട്ട് സീനൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല ചൊറിച്ചിൽ വരാറുണ്ട്. ആണല്ലേ? ഈ അടുത്തിടെ നിങ്ങൾക്ക് ഏത് സീനാണ് കൂടുതൽ ചൊറിച്ചിലുണ്ടായത്? ഈയിടെ ഒരു വലിയ സീനിൽ ഞാൻ അഭിനയിച്ചു. ഒരു ശവമായിട്ട് ഞാൻ ഇങ്ങനെ അഭിനയിച്ചു. എന്റെ മേലും മുഴുവൻ പട്ട് തുണിയൊക്കെ വിരിച്ചിട്ട്, മൂക്കിൽ പഞ്ഞിയൊക്കെ വിരിച്ചിട്ട്, ഇവിടെ തുണിയൊക്കെ കെട്ടിട്ട്, ആ സീൻ അഭിനയിച്ചതിന് ശേഷം എഴുന്നിട്ട് വന്നിട്ട് എന്റെ പിരികം വരെ ചൊറിച്ചിലാണ്. ചൊറിഞ്ഞിട്ട് എനിക്ക് നിൽക്കാൻ വയ്യായിരുന്നു. അന്ന് നിങ്ങളെ സാധാരണ ഉപയോഗത്തിലും കൂടുതലായിട്ട് വസ്ത്രം ഉപയോഗിച്ചു. അതല്ലേ ഈ അലർജി ഉണ്ടാകുന്നത്. അതിന് പേടിക്കാനൊന്നുമില്ല. ഞങ്ങളുടെ മെഡിക്കൽ ഭാഷയിൽ ഇതിന് ഡ്രസ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വസ്ത്രത്തിനോടുള്ള പുച്ഛം. അയ്യോ ഡോക്ടർ, ഈ അസുഖം പറഞ്ഞാൽ ഞാൻ എന്ത് മരുന്നാണ് കഴിക്കേണ്ടത്? അയ്യോ, ഇതിന് മരുന്നിനൊന്നും ആവശ്യമില്ല. തൽക്കാലം നിങ്ങളെ ഈ കർച്ചീഫ് അങ്ങ് ഉപയോഗിച്ചു തുടർന്ന് അങ്ങ് അഭിനയിച്ചാൽ ഇങ്ങനെ അഭിനയിച്ചാൽ മതി. അതൊക്കെ ഡോക്ടർ, ഈ അസുഖം മൂലം എനിക്ക് ഈ ഫീൽഡിൽ തുടർന്ന് അഭിനയിക്കാൻ പറ്റുമോ? അഭിനയിക്കാൻ പറ്റുമോ? ഈ അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ തുടർന്ന് പോകാൻ പറ്റത്തുള്ളൂ. Is it true? Yes, you go. Thank you. ഓപ്പറേഷൻ കൊണ്ടുപോയല്ലേ? താനിപ്പോ എവിടെ പോവാ? ഞാൻ എന്റെ വീട്ടിൽ പോകണം. താനെന്തിനാ വീട്ടിൽ പോകുന്നത്? ഇവിടെ ഓപ്പറേഷൻ ചെയ്യണ്ടല്ലേ? ഓപ്പറേഷൻ ചെയ്യണം അല്ലേ? ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർമാർ പറഞ്ഞെന്താണെന്നറിയാം. എന്താ പറഞ്ഞ? ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആദ്യമായിട്ടായതുകൊണ്ടാണ് ധൈര്യമായിട്ടിരുന്നോളെ. എടോ, അത് ഇവിടെ വരുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന രോഗികള് പേടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ നേഴ്സുമാര് പറഞ്ഞാണ് പേടിക്കണ്ട. ആണോ? ഇതൊന്നും എന്നോടല്ല പറഞ്ഞത്. ആരോടാ പറഞ്ഞേ? എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വന്ന ആ ഡോക്ടറോടാ പറഞ്ഞത്. അറിയാവോ? എന്നും തൻ്റെതായ ശൈലി കൊണ്ട് മാത്രം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വലിയ കലാകാരനാണ് പ്രശാന്ത് പുന്നപ്ര. സാസ്കോ വീഡിയോസ് പുറത്തിറക്കിയ www.ipbiju.com പ്രശാന്ത് അവതരിപ്പിച്ച കുച്ചിപ്പുടി നൃത്തം പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഇതാ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി. നമസ്കാരം പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ചുള്ള അവസാന മത്സരം നടക്കാൻ പോവുകയാണ് നമ്മുടെ കുച്ചിപ്പുടി മത്സരം. ഈ കുച്ചിപ്പുടി മത്സരത്തിൽ പങ്കെടുക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് ഈ സ്റ്റേജിൻ്റെ ബാക്കിൽ വരേണ്ടതാണ്. ചെസ്റ്റ് നമ്പർ എവിടെ? ചെസ്റ്റ് നമ്പർ ഇല്ല, അര നമ്പറുണ്ട് ഇവിടെ കുത്തിയിരിക്കുന്നു. അവിടെയാണ് ചെസ്റ്റ് നമ്പർ, ഇവിടെയല്ലേ കുത്തേണ്ടത്? അല്ല, ചെസ്റ്റ് നമ്പർ ഇപ്പൊ ഉണ്ടല്ലോ, ഇവിടെ ഇപ്പൊ തൽക്കാലം ഇവിടെ കുത്താൻ പറ്റും ചെസ്റ്റ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ അടിച്ച് സെറ്റപ്പ് ആയിട്ടാണോ കുച്ചിപ്പുടി കളിക്കാൻ വരുന്നത്? ഈ ഇങ്ങനെ ഇപ്പൊ കുച്ചിപ്പുടി കളിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. എനിക്കൊരു ആംബിയർ ഉണ്ടാവണമെങ്കിൽ, ഒരു സീരിയസ്നെസ് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ വേണം. എന്താ കഴിച്ചിരിക്കണത്? സ്കോച്ച് കഴിച്ചാലാണ് കുച്ചിപ്പുടി മത്സരത്തിനോട് വന്നിരിക്കുന്നത്. ഇവിടെ മന്ത്രി വരുന്ന ഒരു സ്റ്റേജാണിത്. എന്നാ മന്ത്രി വരുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, സ്കോച്ചിപ്പുടി കളിക്കാം. കുഴപ്പമുണ്ടോ? നിങ്ങൾ ഇവിടെ നിന്ന് മാറിത്തരാ ദൈവത്തെ വിചാരിച്ച്. ഒരു കലാകാരനെ ഡിസ്റ്റർബ് ചെയ്തു പ്ലീസ്. എന്തെങ്കിലും കാണിക്കാം, കലയെ നശിപ്പിക്കും. കാണിക്കും.
എന്താണ് നീ ഇവിടെ കാണിക്കുന്നത്? ഇങ്ങനെയാണോ കുച്ചിപ്പുടി കളിക്കുന്നത്? ഞാൻ എന്താ കുച്ചിപ്പുടിക്കൊക്കെ കുഴപ്പമൊന്നും ഇത്ര നേരം ഒരാൾക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇനി മേലെ ഇതേപോലെ കുച്ചിപ്പുടി കളിച്ച കോച്ച് പിടിച്ചിട്ട് മോതൊക്കെ ഇരിക്കും. എന്നാ ബൈജുവിന് ആമ്പിളുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ബൈജു കുച്ചിപ്പുടി കളിച്ചിരിക്കും. അറിയോ? അത് ബൈജുവിന്റെ കുരുവാണ് സത്യം. കുരുവല്ല ഗുരു. അതാണ് സത്യം. കാണാം. പ്രസിഡന്റ് ഇവിടെ വന്ന് കുത്തിയിരിക്കുകയാണല്ലേ? എന്താ കാര്യം? പ്രസിഡന്റ് ഒറ്റത്തിലാണ് ഇവിടെ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത്. എന്താ കാര്യം? ആ ബൈജുവിന്റെ കുച്ചിപ്പുടിയോട് വച്ചപ്പോഴാണ് നാട്ടുകാർ എഴുന്നേറ്റ് പോയത്. അറിയാമോ? അവനെ ഞാൻ അവിടെ പറഞ്ഞു വിട്ടതാണല്ലോ. പറഞ്ഞു വിട്ടതാണെന്നാ? ആ സ്റ്റേജിലേക്ക് നോക്കുക ബൈജു അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത്. Jam,